വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 65-66 വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 65-66 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പീലാത്തോസ് അവരോട്, നിങ്ങൾക്ക് ഒരു കാവൽ സേന ഉണ്ടല്ലോ, പോയി നിങ്ങളാൽ ആവുന്നിടത്തോളം ഭദ്രമാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് സേനയെ നിയമിച്ച് കല്ലറ സുരക്ഷിതമാക്കി. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഇത് ദുഃഖവെള്ളിയാഴ്ചയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ കല്ലറയിലേക്ക് യേശുവിനെ സ്നേഹിച്ച സ്ത്രീ ജനങ്ങൾ ചെല്ലുകയാണ്. എന്താണെന്നറിയാമോ? വെള്ളിയാഴ്ച ദിവസം യേശുവിന്റെ ശവം അടക്കുന്നു. വെള്ളിയാഴ്ച സന്ധ്യ മുതൽ ശനിയാഴ്ച സന്ധ്യ വരെ യഹൂദന്മാരുടെ ശാപതാണ്. സ്വസ്ഥമായിരിക്കണം, സ്വൈര്യമായിരിക്കണം, ഒരു ജോലി ചെയ്യുവാൻ അനുവാദമില്ല. ന്യായപ്രമാണ പ്രകാരം അടുപ്പിൽ തീ കത്തിക്കുവാനോ കൂട്ടിൽ നിൽക്കുന്ന വളർത്തു മൃഗങ്ങൾക്ക് കൈകൊണ്ട് തീറ്റയെടുത്ത് കൊടുക്കുവാനോ ന്യായപ്രമാണത്തിൽ ശബത്തിൽ നിയമമില്ല. അങ്ങനെ ഇരിക്കെ യേശുവിന്റെ ശരീരം വെള്ളിയാഴ്ച അടക്കി എല്ലാവരും പോയി സ്വസ്ഥമായി ശബത്തിൽ വിശ്രമിച്ചിരുന്നു. ശനിയാഴ്ച രാത്രിയായപ്പോൾ ശബത്ത് തീർന്നു. ഞായറാഴ്ച അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ സമയവും ഇന്ന് ഇസ്രായേലിലെ സമയവുമായിട്ട് 2.5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതിരാവിലെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3:30 മണി കഴിഞ്ഞു. 4 മണിയോട് അടുക്കുന്ന സമയം. ആരാണ് കടലിലേക്ക് വരുന്നത്? പുരുഷന്മാരല്ല, സ്ത്രീകൾ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, തങ്ങളെ സ്നേഹിച്ച സ്നേഹനാഥന്റെ മുൻപിൽ രാത്രിയിലെ ഇരുൾ നിബിഡമായ സമയമോ പ്രകാശമില്ലാത്ത ഇരുണ്ട സമയമോ ഒരു പ്രശ്നവും ഒരു തടസ്സവും അല്ല. സ്നേഹത്തിന്റെ ആധിക്യത്തിന്റെ മുൻപിൽ സമയം മറന്നുപോകും, സ്ഥലം മറന്നുപോകും, സന്ദർഭം മറന്നുപോകും, സാഹചര്യം മറന്നുപോകും, താൻ ആരാണ്, ആണോ പെണ്ണോ എന്നുള്ള കാര്യം പോലും മറന്നുപോകും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കല്ലറയിലേക്ക് ചെന്നു. കല്ലറയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. കല്ലറയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കല്ലറ ശൂന്യമാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വെള്ളിയാഴ്ച പകലിൽ യേശുവിന്റെ ശരീരം കല്ലറയിൽ സംസ്കരിച്ചുവെങ്കിൽ ഞായറാഴ്ച ആ കല്ലറ ശൂന്യമാണ്. കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ തെളിവായി, ഒന്ന്, കല്ലറയുടെ അടപ്പ് മാറ്റിയിരിക്കുന്നു. 2, കല്ലറയുടെ അകം മൃതശരീരമില്ലാതെ ശൂന്യമായിരിക്കുന്നു. 3, കല്ലറയ്ക്ക് പുറത്ത് 2 ഡ്രസ്സുകൾ ഉണ്ട്. ഒരു ഡ്രസ് താടിയെല്ലിന് താഴെ കഴുത്തു മുതൽ കാലിന്റെ പാദം വരെ ചുറ്റിയിരുന്ന ഒരു വലിയ ലിനൻ തുണി, ഒരു കച്ച ചുരുട്ടി വെച്ചിരിക്കുന്നു. അതിന്റെ അടുക്കൽ തലയും മുഖവും ഒരുമിച്ച് മൂടുന്ന ആ ഹെഡ്ഫോൺ അത് മാറ്റി വെച്ചിരിക്കുന്നു. ആമേൻ. കല്ലറയുടെ അടപ്പുമായി കല്ലറയ്ക്കകത്ത് ഒന്നുമില്ല, ശൂന്യം. 3, കല്ലറയ്ക്ക് പുറത്ത് ശരീരത്തിൽ ചുറ്റിയിരുന്ന തുണിയും
തലയിൽ ചുറ്റിയിരുന്ന തുണിയും, ഈ 4 കാര്യങ്ങൾ തെളിവിനായി അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആദ്യം സ്ത്രീകളാണ് ഈ കല്ലറയിലേക്ക് പോയി കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. ആ വാർത്ത കേട്ട് ഓടിപ്പോയ ഒരു ശിഷ്യനുണ്ട്. ആരാണെന്നറിയാമോ? ഒരിക്കൽ തന്റെ യജമാനനെ പിടിക്കുവാൻ വാൾ പരിചയമായി വന്നപ്പോൾ റോമൻ പട്ടാളക്കാരനായ മൽക്കോസ് എന്ന് പറയുന്ന ആ പടനായകന്റെ കാത് വെട്ടി അരിഞ്ഞു കളഞ്ഞ ശീമോൻ പത്രോസ് ഇതാ Peter went straight into the trap. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു വളവും തിരിവുമില്ലാതെ താൻ സ്ട്രൈറ്റ് ആയി ഓടിയത് ആ കല്ലറയിലേക്കാണ്. ആമേൻ. ഈ ഞായറാഴ്ച പ്രകാരം, ഈ ഉയർപ്പ് ഞായറാഴ്ച പ്രകാരം, ഈസ്റ്റർ സൺഡേ എന്റെ കർത്താവിന്റെ നാമത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ക്രിസ്തീയ ജീവിതം സ്ട്രൈറ്റ് ടു ജീസസ്, യേശുവിലേക്ക് നേരെ പോകണം. ആമേൻ. ആ പോക്കിൽ, ആ യാത്രയിൽ, ആ ഓട്ടത്തിൽ, ആ ലക്ഷ്യത്തിൽ വളവോ തിരിവോ വഴിതെറ്റലോ ഉണ്ടാകാൻ പാടില്ല. ആമേൻ. നമ്മൾ ഓടേണ്ടത് പീറ്റർ വെന്റ് ടു സ്ട്രൈറ്റ് ഇൻ ദ ട്രോൺ. അവൻ ആ കല്ലറയിലെ അടുക്കലേക്ക് നേരെ, ഒരു ചരിവുമില്ലാതെ, ഒരു വളവുമില്ലാതെ, ഒരു വ്യത്യാസവുമില്ലാതെ, ഒരു ചിന്തയുമില്ലാതെ, ഒരു സംശയവുമില്ലാതെ, ഒന്നും പറയാൻ ഓടി. പ്രിയ ദൈവമക്കളെ, ഇന്ന് പൽക്കാലം ഉയർപ്പ് ഞായറാഴ്ചയാകയാൽ, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുകയാൽ, യേശുവിന്റെ പിന്നണികളായ, യേശുവിന്റെ പിന്നിൽ നിൽക്കുന്ന അവന്റെ ദാസന്മാരായ, ദാസിമാരായ, അവന്റെ മക്കളായ, അവന്റെ വിശുദ്ധന്മാരായ, അവന്റെ സഭയായ, അവന്റെ മണവാട്ടിയായ, അവന്റെ കാന്തിയായ ഭാവിയിൽ എല്ലാമായിത്തീരുന്ന നാം ഓടുന്നത് നേരെ ഓടണം, നേരെ യാത്ര ചെയ്യണം, നേരെ മുൻപോട്ട് പോകണം. എന്തിനാണ് പോകുന്നത് അറിയാമോ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, തനിക്ക് ആ ഹെഡ് ക്ലോത്ത് ഒന്ന് കാണണം, ആ ഫേസ് ക്ലോത്ത് ഒന്ന് കാണണം, ആ ബോഡി ക്ലോത്ത് ഒന്ന് കാണണം. ആമേൻ. പത്രോസ് ഓടിയത് കർത്താവായ യേശുവിന്റെ ശിരസിൽ മൂടിയ, മുഖത്ത് മൂടിയ ശരീരമാസകലം പൊടിഞ്ഞ ആ വസ്ത്രങ്ങളൊന്ന് കണ്ട് തന്റെ അവിശ്വാസം മാറണം. ആമേൻ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് വ്യക്തമായി നമ്മൾ വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. അവൻ കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, എന്നാൽ അവൻ അകത്തേക്ക് കടന്നില്ല. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു. കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ അല്ലാതെ മറ്റൊരിടത്ത് ചുരുട്ടി വച്ചിരിക്കുന്നത് കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ടു വിശ്വസിച്ചു. ആമേൻ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എത്ര പേര് ഇന്നലെ വൈകുന്നേരം ഒരു വാർത്ത ടെലിവിഷനിൽ കണ്ടു എന്ന് എനിക്കറിയത്തില്ല. ഒരു യൂത്ത് സമ്മേളനം, ആയിരക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുത്ത ഒരു യൂത്ത് സമ്മേളനത്തിൽ VD സതീശൻ, പ്രതിപക്ഷ നേതാവ്, കേരള ഹൈക്കോടതിയിലെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ, അക്രൈസ്തവനാണ്. ഒരു പക്ഷേ ഇന്നത് കേൾക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് നോക്കണം. അദ്ദേഹം യേശുവിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞത്, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ലോകത്തിലില്ല, ഇങ്ങനത്തെ ഒരു രക്ഷകൻ ലോകത്തിലില്ല. പ്രിയ ദൈവമക്കളെ, കേട്ടിട്ട് നമ്മുടെ വിശ്വാസത്തിന് പോരായ്മ ഉണ്ടായോ എന്ന് തോന്നിപ്പോയി. യേശുവിനെ പോലെ ഇത്ര പുണ്യനായ, പുണ്യപുരുഷനായ, മഹവ്യക്തിയായ, ജീവന്റെ കർത്താവ് ക്രിസ്തു എന്ന വാക്ക് അടിവരയിട്ട് തറപ്പിച്ച് ഇത്രയും മഹത് പ്രതിഭയായ ഒരു മനുഷ്യൻ ലോകത്തിലില്ല. അതുകൊണ്ട് പ്രിയ യുവതിവാക്കന്മാരെ, നിങ്ങൾ ക്രിസ്തുവിനെ ഫോളോ ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ ജീവിതത്തില് താൻ ക്രിസ്തുവിനെ ഫോളോ ചെയ്യാണ്. എനിക്കത് കേട്ടപ്പം സതീശൻ ഇനി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് തോന്നിപ്പോയി. ഉണ്ടായിരിക്കാം. തന്നെ ഇത്രത്തോളം ആക്കിയ
കൊണ്ടുവന്നത്, ഈ നിലയിൽ തന്നെ കൊണ്ടുവന്നത് ക്രൈസ്റ്റ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അദ്ദേഹം കീഴ്പ്പെടുത്തു പറഞ്ഞു, KPCC പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവന്ന് ഈ നിലയിൽ നിലനിർത്തിയത് ക്രിസ്തുവാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ലോക മനുഷ്യർക്ക് യേശു എത്ര മഹാൻ എന്ന് അവര് തന്നെ സാക്ഷ്യം പറയുമ്പോൾ ദൈവാലയ ബന്ധവും ദൈവാലയ ആരാധനയും ദൈവാലയ സമ്മേളനവുമായി അടുത്ത് ബന്ധപ്പെടുന്നവർക്ക് ക്രിസ്തു എത്രയോ വലിയവനാണ്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവ് എത്ര മഹാനാണ്. അടക്കിയ കല്ലറ, ആ കല്ലറ ശൂന്യമാണ്. മലകല പറയാണ്, അവൻ ഇവിടെ ഇല്ല. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന യേശു മരണത്താൽ അവസാനിക്കുന്നവനല്ല, കല്ലറയാൽ അവസാനിക്കുന്നവനല്ല, ഉയർത്തെഴുന്നേറ്റ് ഇനി മരണമില്ലാതെ ജീവിക്കുന്നവനായ കർത്താവായ യേശുവാണ് നമ്മുടെ ജീവന്റെ കേന്ദ്രമെന്നുള്ള കാര്യം നാം ഈ ഉയർപ്പ് ഞായറാഴ്ച പരിപൂർണമായി വിശ്വസിച്ചേ മതിയാകൂ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ നിങ്ങളെ കാണും എന്നാണ് മാലാഖമാര് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കല്ലറയിൽ അടക്കപ്പെട്ട കർത്താവായ യേശു അവൻ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അവൻ നമ്മളെ കാണുമല്ലോ. അത് നമ്മുടെ ജീവിതത്തില് മറക്കാതെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് കർത്താവ് പറയുക. അവൻ 40 ദിവസത്തോളം ഈ ഭൂമിയിലായി, അതിനുശേഷം സ്വർഗാരോഹണം ചെയ്തു. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്റെ ശിഷ്യന്മാർ അവനെ നോക്കി നിൽക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 11-ാം വാക്യം. നോക്കി നിൽക്കുമ്പോൾ അവിടെ ഈ മാലാഖമാർ വന്ന് പറയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തോ? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കാണുന്ന ഈ യേശുവിനെ മടങ്ങി വരുന്നവനായി നമ്മൾ കാണും. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശു പറയുണ്ടായി, prepare a place for you. നിങ്ങൾക്ക് ഞാൻ ഒരു സ്ഥലം ഒരുക്കാനായിട്ടാണ് പോകുന്നത്. I will come to you. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. യോഹന്നാൻ 16-ാം വാക്യം. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ആയതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യോഹന്നാൻ 16:22 I will see you again. ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ വീണ്ടും നിങ്ങളെ കാണും. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഈ ആലയത്തിൽ വെച്ച് കർത്താവിനെ വിശ്വാസത്താൽ വേദപുസ്തക പ്രകാരം ഇപ്പോൾ കാണുകയാണെങ്കിൽ ഒരു ദിവസത്തിൽ അവനെ നമ്മൾ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണും. യോബിന്റെ പുസ്തകത്തിൽ യോബ് പറയുന്നത് അങ്ങനെയല്ലേ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, യോബിന്റെ പുസ്തകം അതിന്റെ 19-20 അധ്യായത്തിലേക്ക് വരുമ്പോൾ 19-ാം അധ്യായം, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ അന്ത്യനാളിൽ ഭൂമിയുടെ മേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ അവനെ കാണും. പ്രിയ വാത്സല്യമുള്ള കർത്താവേ, അതുകൊണ്ടാണ് മാലാഖമാർ പറയുന്നത്, നിങ്ങൾ അവനെ കാണും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ അവൻ നമ്മളെ കാണുമ്പോൾ, നാം അവനെ കാണുമ്പോൾ നാം സന്തോഷിക്കും, നാം ആനന്ദിക്കും. ആ സന്തോഷം ആരും നമ്മളിൽ നിന്നും എടുത്തു കളയത്തില്ല. ഞാൻ പോകുന്നു, ഞാൻ വീണ്ടും വരുന്നു, അന്ന് നിങ്ങളെന്നെ കാണും. കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും. ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്നും എടുത്തു കളയത്തില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു ചലച്ചിങ്ങയിലൂടെ ഇങ്ങനെ പറയുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ
പൗലോസ് ഇങ്ങനെ പറയാണ്, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, 8-ാം അധ്യായത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗങ്ങളിൽ നാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എന്തെന്നാൽ ഞാൻ ഉറച്ചിരിക്കുന്നു, ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ മരണം ശിഷ്യന്മാരെ വേർതിരിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് യേശുവിന്റെ പ്രഘോഷകന്മാരായി ശിഷ്യന്മാരെ ലോകം മുഴുവനും അയച്ചുവെങ്കിൽ അതിന്റെ ഭാഗമായി സെന്റ് തോമസും ഇന്ത്യയിൽ വന്നു. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ ആ കാൽവരിയിലെ ദിവ്യ സ്നേഹം എത്രയോ വലുതാണ്. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റിരിക്കാൻ വിക്ടറി ഓവർ ദ വേൾഡ്. ഈ ലോകത്തിന്റെ മേൽ നമുക്ക് ജയമുണ്ട്. വിക്ടറി ഓവർ ദ ഡെത്ത്, മരണത്തിന്റെ മേൽ അധികാരമുണ്ട്. വിക്ടറി ഓവർ ദ ഹീലിംഗ്, സുഖപ്പെടുത്തലിന്റെ സൗഖ്യത്തിന്റെ മേൽ അവൻ അധികാരമുണ്ട്. വിക്ടറി ഓവർ ദ ഡെത്ത് പ്ലേസ്, മരണ സ്ഥലത്തിന്റെ മേൽ അവൻ നമ്മളുമായുള്ള ബന്ധത്തിൽ അധികാരം തന്നിരിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ നമ്മൾ ഒരു ആക്ഷേപവും ഇല്ലാത്ത രീതിയിൽ, ഒരു ആശങ്കയും ഇല്ലാത്ത രീതിയിൽ, ഒരു മടിയും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പിൻഗമിക്കാം. ഹല്ലേലൂയ. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെ ഇല്ല. അവനെ വെച്ച സ്ഥലം ഇതാ, നിങ്ങൾ വന്ന് നോക്കുകയും. അതിന്റെ ഒന്നാമത്തെ തെളിവ് കല്ലറ തുറന്നിരിക്കുന്നു, ഓപ്പൺ ഡോർ. രണ്ടാമത് കല്ലറയുടെ മൂടി അവിടെ തന്നെയുണ്ട്. മൂന്നാമത് ശരീരത്തിൽ ചുറ്റിയിരുന്ന ആ വലിയ ലിനൻ കോട്ട് ഒരിടത്ത് ശരീരത്തിൽ നിന്ന് അതേപോലെ ശരീരം ഉയർത്തെഴുന്നേറ്റത്തിന്റെ സൂചനയായി ചുറ്റിവെച്ചിരിക്കുന്നു. നാലാമതായി ഹെഡ് ഫേസ് കോട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യെരൂശലേമിൽ ആ കല്ലറ ഇന്നും ശൂന്യമാണ്, ആ കല്ലറ ഇന്നും ശൂന്യമാണ്, ആ കല്ലറ ഇന്നും ശൂന്യമാണ്. അങ്ങനെയെങ്കിൽ ഒരിക്കൽ നമ്മൾ മരിച്ചിറക്കപ്പെട്ട് നമ്മുടെ കല്ലറ ശൂന്യമാവും. അതിനായിട്ട് കർത്താവിനെ വിശ്വസിച്ച് അവന്റെ പിന്നാലെ പോകണം. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവായ യേശുവിന്റെ കയ്യിലാണ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാവി നിർണയം മൊത്തം അവന്റെ കരങ്ങളിലായിരിക്കാൻ ആ കർത്താവായ യേശുവിനെ നമ്മൾ നല്ല മനസ്സോടെ, നല്ല ഹൃദയത്തോടെ, നല്ല ആഗ്രഹത്തോടെ പൂർണ്ണ സമയം പിൻഗമിക്കുക. അവൻ നമ്മളെ അവസാനം ആ പ്രത്യാശയുടെ പരിപൂർണ്ണ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. കർത്താവിനായി നമ്മളെ ഒരുക്കി അനുഗ്രഹിച്ച് നയിക്കുമാറാകട്ടെ. അവൻ പ്രിയൻ പാർപ്പിടം മനോഹര സാമ്യ